بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്ത് സുമറിലെ അവസാനത്തെ രണ്ട് വചനങ്ങൾ 74-75 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പുതിയ പാഠമായി പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം. വഖാലുൽ ഹംദു, വഖാലു ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കണം. വഖാലു വഖാലുൽ ഹംദു, ആ വാവിന് തടിപ്പിക്കൽ വരുത്. വഖാലു അല്ല, വ എന്ന ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് വാവ്. വഖാലു എന്ന ലാമിൻ്റെ ദീർഘാക്ഷരമായ സാക്കിനായ വാവ്, ആ വാവ് ദീർഘാക്ഷരം ഹർഫുൽ മദ്, അത് സുക്കൂനാണ്. അൽ ഹംദു എന്നതിലെ ലാമിനും സുക്കൂൻ. ഹംസയെ ചേർത്ത് വായനയിൽ കളയണം. അൽ ഹംദുവിലെ ആ ഒഴിവാകും. അപ്പോൾ എന്തുണ്ടാകും? രണ്ട് സുക്കൂനുകൾ അടുത്തായി വരും, ഇൽത്തിഖാഉ സാക്കിനൈൻ സംഭവിക്കും. ഇതിൻ്റെ പരിഹാരം ഇവിടെ ഹദ്ഫ് ചെയ്യുക, ഹദ്ഫ് എന്നതാണ്. അതായത് ആദ്യത്തെ സാക്കിൻ ഹർഫുൽ മദ്ദിനെ, ദീർഘാക്ഷരത്തെ ഉച്ചാരണത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വഖാലുൽ ഹംദു എന്ന് ഓതേണ്ടതാണ്. ഖാലൂ എന്ന് ദീർഘം വരികയില്ല എന്നർത്ഥം. വഖാലുൽ ഹംദു, അൽ ഹംദു എന്ന പദത്തിലെ സാക്കിന മീമിന ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ സ്വദഖന. ഇതിൽ സ്വാദിനും ഖാഫിനും തഫ്ഖീം കൊടുക്കണം. എന്നാൽ അതിനിടക്ക് ദാൽ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സ്വദഖന വഅദ, ഐനിനെ ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന പേര് നൽകുന്ന സിഫത്ത് കൊടുത്ത് വഅദ എന്ന് ഉച്ചരിക്കുക. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹായിൽ സുക്കൂനാണ്, എന്നാൽ ചേർത്ത് ഓതുമ്പോൾ ഹായിനെ മദ്ദുസ്സില സുഗ്റ നൽകി. വഅദഹു വഔറസന എന്ന് ഓതേണ്ടതാണ്. റായിന് മാത്രം തഫ്ഖീം കൊടുക്കുക. വഔറസനൽ അർദ, ഇവിടെയും ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാനായി അലിഫിനെ, ദീർഘാക്ഷരമായ അലിഫിനെ ഹദ്ഫ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. വഔറസനൽ അർദ നതബവ്വഉ, എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. നതബവ്വഉ മിനൽ ജന്നതി, നൂൻ മുഷദ്ദദ, ഷദ് നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഓതുക. ഹൈസു നശാ, ഹൈസു വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. നശാഉ, ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. വഖഫ് ചെയ്യുകയായതിനാൽ ദീർഘം നൽകി ശേഷമുള്ള ഹംസയിൽ സുക്കൂൻ കൊടുത്ത് നിർത്തുന്നു എന്ന കാരണത്താൽ 6 ഹറക്കത്ത് വരെ ഇഷ്ബാ ചെയ്യാവുന്നതാണ്, അനുവദനീയമാണ്. നശാ എന്ന് വഖഫ് ചെയ്യാം. ഫനിഅമ അജ്റുൽ ആമിലീൻ. അജ്റു, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കണം. റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. അജ്റുൽ ആമിലീൻ, അൽ ആമിലീൻ. وترى الملائكة,
ഇവിടെയും വതറാ എന്നതിലെ അലിഫിനെ ഇൽത്തിഖാഉ സാക്കിനൈനു വേണ്ടി ഹദ്ഫ് ചെയ്തുകൊണ്ട് വതറൽ മലായിക എന്നോദണം. റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ടതാണ്, പൂർണ്ണമായ തഫ്ഖീം. വതറൽ മലായികത, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഹാഫീന, ഇതിൽ വന്ന ദീർഘം മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. നിർബന്ധമായും 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ദീർഘാക്ഷരമായ അലിഫിന് ശേഷം ഷദ് നൽകപ്പെട്ട അക്ഷരമുണ്ട് ഫ, അതിന് ഷദ്ദാണ് എന്നതുകൊണ്ടാണ് മുസഖൽ എന്ന പേരുകൂടി പറയുന്നത്. അപ്പോൾ സ്ഥിരപ്പെട്ട സുക്കൂൻ വരിക എന്നതാണ് ലാസിമായ ദീർഘത്തിൻ്റെ കാരണം. ഹർഫുൽ മദ്ദിന് ശേഷം സ്ഥിരപ്പെട്ട സുക്കൂൻ. ഇവിടെ സാക്കിനായ അക്ഷരമായ ഫ, അതിൽ ഷദ്ദാണ്, ഷദ് നൽകി ഇദ്ഗാം ചെയ്ത് ഒറ്റ ഫ ആക്കി ഷദ്ദുള്ള ഒരു ഫായിനെ ഉച്ചരിക്കുന്നു. അതുകൊണ്ടാണ് മുസഖൽ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. മദ് ലാസിം മുസഖൽ കലിമി. ഹാഫീന മിൻ ഹൗലിൽ അർഷ്, മിൻ എന്നതിലെ സാക്കിനായ നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ ഹൗലിൽ അർഷ്, ഹ ഐന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. വ്യക്തമാക്കി 2 അക്ഷരവും ഉച്ചരിക്കുക. എല്ലാ ഹർഫുകളും അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. റായിനെ തഫ്ഖീം ചെയ്യണം. അൽ അർഷ്, ഷീൻ തഫശിയുള്ള അക്ഷരമാണ്. മിൻ ഹൗലിൽ അർഷി യുസബ്ബിഹൂന, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, ബിഹംദി സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. റബ്ബിഹിം, റായിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്യണം. വഖുദിയ ബൈനഹും, വഖുദിയ ഖാഫിനും ദ്വാദിനും തഫ്ഖീം നിസ്ബിയാണ്. ദ്വാദിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം ഒരു കസ്റായതുകൊണ്ട്. വഖുദിയ ബൈനഹും, ബൈനഹും ബിൽ ഹഖ്, ബൈനഹും സാക്കിനായ മീമിനെ ഇഖ്ഫ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഓതണം. ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മറച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ബൈനഹും ബിൽ ഹഖ്, ഖാഫിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. തഫ്ഖീം നൽകി ഷിദ്ദത്ത് നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ബിൽ ഹഖ്. വഖീല, ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. വഖീല അൽഹംദുലില്ലാഹി, അൽഹംദു വീണ്ടും സാക്കിന മീമിനെ വെളിവാക്കണം ഇൽഹാർ ഷഫവി. ലില്ലാഹി റബ്ബി, റായിനെ തടിപ്പിക്കുക തഫ്ഖീം. റബ്ബിൽ ആലമീൻ, ഐന് ശേഷമുള്ള പദത്തിലെ എല്ലാ അക്ഷരങ്ങളും തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചാണ് ഓതേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين.